വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം എനിക്ക് കുറേ അധികം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ അൺബോക്സ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. 4-3-7 ഗൈസ്, കുറേ അധികം ഗിഫ്റ്റ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഒരു ഗിഫ്റ്റ് എനിക്ക് ആരെ കൊണ്ടു തന്നെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്റെ വീഡിയോ ഇത് തന്നെ ആരെങ്കിലും ആണെങ്കിൽ ഇത് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പേരുണ്ടോ നോക്ക്. പേരില്ല ഗൈസ്. എന്താണ് ഇത് കിട്ടി. ഇതെന്റെ സിസ്റ്ററിന്റെ മൂത്ത സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന ഗിഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതെന്താന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ എന്റെ സിസ്റ്ററിന്റെ ഒരു ബോയ് ഫ്രണ്ട് ആണ് കൊണ്ട് കൊടുത്തത്. അയ്യോ, ബോയ് ഫ്രണ്ട് ഗൈസ്. ബോയ് മീൻസ് ഗേൾ ബോയ്, അങ്ങനത്തെ ബോയ് കേട്ടോ. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ് ഇതെന്താണെന്ന്. ഓ മൈ ഗോഡ്, ഒരു 4 ക്യൂട്ട് പെർഫ്യൂമിന്റെ സെറ്റ് ആണ് എനിക്ക് കൊണ്ട് തന്നേക്കുന്നത്. ബെല്ല വിറ്റാടെ 4 ഡിഫറെന്റ് പെർഫ്യൂം ആണ് കൊണ്ട് തന്നിരിക്കുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് 4 എണ്ണത്തിന്റെയും സ്മെല്ല് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് പിന്നെയും ബൈ ചെയ്യാലോ. അപ്പൊ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദിയാക്ക് പിന്നെയും കുളിക്കില്ല നനക്കില്ല എന്നുള്ള രീതിയിലാണ് ഗൈസ് എല്ലാരും കൊണ്ട് പെർഫ്യൂമും സോപ്പും ഒക്കെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒരു വലിയ ബോക്സ് ആണ്, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് ഏതാന്ന് നമുക്ക് നോക്കാം. എന്റെ ഉമ്മച്ചിയും ചൊലിക്ക എല്ലാം വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്താ ഗിഫ്റ്റ് എന്ന്. അൺബോക്സിങ് എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ കാണാനായിട്ട്. അവിടെ ഇരുന്നോ ബാബ, അവിടെ ഇരുന്നോ. ഈ ഗൾഫിലൊക്കെ പോകുന്നവര് പാക്ക് ചെയ്തേക്കുന്ന പോലാണ് ഗൈസ് ഇത്. ഗൾഫിലൊക്കെ പോകുന്നവർ പാക്ക് ചെയ്തേക്കുന്ന പോലാണ് ഈ ഗിഫ്റ്റ് പാക്ക് ചെയ്തോണ്ട് തന്നത്. നോക്കാം. ഇതെന്താന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് കുറെ ഫ്രെയിം സെറ്റ് ആണ് ഗൈസ്. 1 2 3 ഇനിയുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നമ്മുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫ്രെയിം സെറ്റ് ആണ് കൊണ്ട് തന്നേക്കുന്നത്. ഇതാരെ ഗിഫ്റ്റ് തന്നേന്ന് ഓർമ്മയില്ല. ഇത് 3 എണ്ണം ഉണ്ട്. ഇനിയുണ്ട് 3 എണ്ണം. അപ്പൊ 9 സെറ്റ് ആണ്. പക്ഷെ കൊള്ളാം. എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പം 9 സെറ്റ് അവർ ചെയ്ത് തരുമ്പോൾ നമ്മുടെ അത്രയും കളക്ഷൻസ് ഓഫ് ഫോട്ടോസ് അവരുടെ കയ്യിൽ കാണത്തില്ല. അപ്പം നമുക്ക് ഇതുപോലൊരു സെറ്റ് കൊണ്ടു തരുമ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അടിപൊളിയായിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നെക്സ്റ്റ് ഇതാണ്. ഇതെനിക്ക് ആദ്യം എന്റെ മാരേജ് ദിവസം എനിക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റാണിത്. ഇതൊരു ക്യൂട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഞങ്ങളുടെ കാർ പർച്ചേസിംഗിൽ പോയപ്പോൾ ഞങ്ങൾ എടുത്ത ഒരു ക്യൂട്ട് ഫോട്ടോ ഫ്രെയിം ഒരു പിക്സ് ആണ്. ഇതെന്റെ ഇതെനിക്ക് എന്റെ ഏറ്റവും ഇളയ സിസ്റ്ററിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഇഷാനയാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഇഷാന, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്, നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടത് ഇതാണ്. ഈ ബോക്സ് ആണ്. ഇതെന്റെ നേരെ തൊട്ടുള്ള ബനാനയുടെ കൂട്ടുകാരി അൽഫിയാണ് ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഓ മൈ ഗോഡ്, ഇതൊരു ക്യൂട്ട് കുർത്തി സെറ്റ് ആണ് ഗൈസ്. ഒരു ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വരുന്ന ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ സെറ്റ് ആണ്. ഇഷ്ടമായി, നല്ല കളറാണ്. താങ്ക് യു അൽഫി, താങ്ക് യു സോ മച്ച്. ഇത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കാം. ഇത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്, എന്റെ സിസ്റ്റേഴ്സിന്റെ എല്ലാം ആണ്. അവള് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അവള് കൊണ്ട് തന്നത് കൊണ്ട് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പൊട്ടിച്ചിട്ട്. നോക്കുവല്ലേ, ജസ്റ്റ് കളർ മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. ഇതൊരു
ഒരു അടിപൊളി ടോപ്പാണ് ഗൈസ്. ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് നസ്രീൻ കൊണ്ടു തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് നസ്രീൻ. കാരണം നമ്മൾ വിരുന്നൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനത്തെ കുർത്തിയൊക്കെ കിട്ടിയത് എന്തായാലും നന്നായി. കാരണം അപ്പൊ ഒക്കെ നമുക്ക് ഇത് എന്താ കുറെ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസബിൾ ഗിഫ്റ്റ് ആണ് തന്നത്. താങ്ക് യു. ഇനി അടുത്തത് ഇതെന്റെ എറണാകുളത്തു നിന്ന് വന്ന 2 ഫ്രണ്ട്സ്, എന്റെ അമ്മു മരിയയും, അവരെനിക്ക് കൊണ്ടു തന്നിട്ടുള്ളതാണ്. കാരണം അവരെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവല്ലായിരുന്നു, അവർ സമയമില്ലെന്ന് പറഞ്ഞ് നേരത്തെ വന്നു. പക്ഷെ എന്റെ അനിയത്തിമാരുടെ കൈ കൊടുത്തിട്ടാണ് പോയെ. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ ബൈ അമ്മു ആൻഡ് മരിയ എന്ന് അവരുടെ നെയിം ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ്. കാരണം എനിക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ ഞാൻ അവരോട് പറയും വരണം എന്ന് പറയും. പക്ഷെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഇത്രയും ദൂരത്തുനിന്ന് എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് അവർ വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ എന്താ എൻ്റെ എല്ലാ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ആയാലും അവർ തിരക്കി സമയമില്ലാത്ത സമയത്ത് ഓടി വരാറുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഹലോ ബൈ. അത് കഴിഞ്ഞിട്ട് മോന് വീഡിയോ തരാം. അതും കേറി പോകട്ടെ. ആ ഗിഫ്റ്റ് നോക്കിക്കേ. ഇതൊരു ഡബിൾ സൈഡ് എന്താ ഫോട്ടോസ് വരുന്ന ഒരു അടിപൊളി ഫ്രെയിം ആണ്. നമുക്കിവിടെ ഹാങ് ചെയ്തിടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത സാധനമാണ്. എവിടുന്നാ കസ്റ്റമൈസ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കസ്റ്റമൈസ് വേണമെന്ന് ഇതിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് എവിടുന്നാ കസ്റ്റമൈസ് ചെയ്തേ. കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രെയിം എന്താ ഇങ്ങനെ ഹാങ് നമ്മുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട്സ് എവിടുന്നാണ് കസ്റ്റമൈസ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാനിത് എവിടുന്നാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അടിപൊളി ഒരു എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യേണ്ടത് ഇതിന്റെ തൊട്ടളെ അനിയത്തി ബനാനയുടെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ഗൈസ്, ഇതെനിക്ക് അവള് തരത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ അവളുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവൾക്ക് വേണമെന്ന് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യൂട്ട് ബാഗ് എന്തായാലും എനിക്ക് കിട്ടൂല. അതുകൊണ്ട് ഇത് അവൾ അവിടെ ഇരിപ്പുണ്ട്. ഇത് വീഡിയോ കഴിഞ്ഞ് തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അവളുടെ ഫ്രണ്ട് എന്താ അഖില ബാബുവും പിന്നെ അഖില ഹെന ഇർഫാന ഈ 3 പേരും കൂടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ക്യൂട്ട് ബാഗ് ആണ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബാബു അടുത്ത നമുക്കൊരു വലിയ ഫ്രെയിം ഉണ്ട് ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്താണ് ഇതിനകത്ത്. ഈ ഫ്രെയിം ആണെന്നറിയാം. ഇത് വലിയ ഫ്രെയിം ആണ് ഗൈസ്. എന്റെ AKയിലെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തെടുത്ത കമ്പനിയിലെ ആൾക്കാർ എനിക്ക് കൊണ്ടു തന്ന വലിയ ഫ്രെയിം ആണ്. അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഞാനോർത്തു ഇവരുടെ രണ്ടു ചെയ്ത വലിയ ഫ്രെയിം ആണ് ചേട്ടാ. അത് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പുറം കാണിച്ചു ബാക്കി കാണിച്ചു. 3 ഗോൾഡ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്നൊരു റിംഗ് ആണ്. ഇതെന്റെ നെയ്ബർ ഒരു അക്ക കൊണ്ട് തന്നാണ്. എനിക്ക് മെഹന്തിക്കാണ് ഈ റിംഗ് കൊണ്ട് തന്നത്. ഒരു ക്യൂട്ട് സ്റ്റോൺ ഒക്കെ വരുന്നൊരു റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് അക്ക. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിമ്മി എനിക്ക് തന്ന ഒരു എന്താ പെൻഡന്റ് ആണ്. ഈ ഒരു ക്യൂട്ട് പെൻഡന്റ് ഇതെനിക്ക് ഇഷ്ടമായി. ടിമ്മി താങ്ക് യു സോ മച്ച്. പിന്നെ ഇക്കാന്റെ ഉമ്മ തന്ന ഒരു കാർട്ടിയറിന്റെ ഒരു എന്താ ബ്രേസ്ലെറ്റ് ആണ്. രണ്ട് കളർ ഡബിൾ ഷെയ്ഡ് ആണ്. ഇവിടെ വൈറ്റും ഇവിടെ ഒരു റെഡ് കളർ വരുന്ന ഒരു ക്യൂട്ട് ഒരു കൈ ചെയിൻ ആണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത്ര ക്യൂട്ട് ഗിഫ്റ്റുകൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ താങ്ക് യു, ബൈ. ഞാൻ തന്നോന്ന് പറഞ്ഞില്ലല്ലോ. വലിയ സ്വർണ്ണ ബോക്സ് എടുത്തിട്ട് വാ.